ആദ്യമായാണ് കാട്ടുപോത്തിനെ ഇത്രയും അടുത്ത് കാണുന്നത്. രാവിലെ 6 മണിക്ക് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര തിരിച്ചു. ദേശീയപാത 544 സ്ഥിതി ചെയ്യുന്ന കുതിരാൻ തുരങ്കത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര. കേരളത്തിലെ ആദ്യത്തെയും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വീതി കൂടിയ തുരങ്കമാണ് കുതിരാൻ തുരങ്കം. ഇത്രയും മനോഹരമായൊരു റോഡ് കേരളത്തിൽ വേറെ കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. പാലക്കാട് നെന്മാറ എത്തിയപ്പോൾ കാഴ്ചയുടെ ഭംഗി മാറി. പാലക്കാടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു മനോഹര കാഴ്ചകൾ കാണണമെങ്കിൽ നെന്മാറ കൊല്ലങ്കോട് റൂട്ട് പോകണം. നല്ല ഭംഗിയുള്ള വീടുകളും ചുറ്റും വേലിയും പുറകിൽ പാടവും അപ്പുറം മലനിരകളുമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. നെല്ലിയാമ്പതി റൂട്ടിലോട്ട് കയറുന്നതിന് മുന്നേ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ പേരും വണ്ടി നമ്പറും എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 3 മണി വരെയാണ് ഈ ചെക്ക് പോസ്റ്റ് തുറന്ന് പ്രവർത്തിക്കുന്നത്. നെല്ലിയാമ്പതിയിൽ വൺ ഡേ ട്രിപ്പായിട്ട് പോകുന്നവർ വൈകിട്ട് 5 മണിക്ക് മുന്നേ തന്നെ ഈ ചെക്ക് പോസ്റ്റ് എക്സിറ്റ് ആവേണ്ടതാണ്. ചെക്ക് പോസ്റ്റ് കടന്നാൽ പിന്നെ ഹെയർപിൻ വളവുകളാണ്. ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ കാടെല്ലാം ഉണങ്ങിയ അവസ്ഥയിലാണ്. ഉച്ചയെടുക്കാറായപ്പോൾ നെല്ലിയാമ്പതിയിലെത്തി. ആദ്യം തന്നെ പോയത് കേശവൻപാറ വ്യൂ പോയിന്റ് കാണാനായിട്ടാണ്. മമ്മൂട്ടി ചിത്രമായ അപരിചിതൻ സിനിമയുടെ ചില സീനുകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താഴെ പോത്തുണ്ടി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങൾ കാണാം. അല്പനേരം കാഴ്ചകളൊക്കെ കണ്ടു നിന്നതിന് ശേഷം ഉച്ചയൂണും കഴിഞ്ഞ് നേരെ കാടിനുള്ളിലെ ഒരു ഹോം സ്റ്റേയിലേക്ക് പുറപ്പെട്ടു. നെല്ലിയാമ്പതിയിൽ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ കാടിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ ഹോം സ്റ്റേയിൽ എത്താൻ പറ്റുകയുള്ളൂ. പോകുന്ന വഴിക്ക് 3 വ്യൂ പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റും. നെല്ലിയാമ്പതിയിൽ നിന്ന് അവരുടെ തന്നെ ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജീപ്പിലാണ് ഞങ്ങൾ കാടിനുള്ളിലേക്ക് പോയത്. ഓരോ വ്യൂ പോയിന്റ് എത്തിയപ്പോഴും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അല്പനേരം ചെലവഴിച്ചിട്ടാണ് യാത്ര തുടർന്നത്. ഈ ജീപ്പിലെ യാത്ര എന്ന് പറയുന്നത് അത്ര സുഖമുള്ള യാത്രയൊന്നുമല്ല. കാരണം നല്ല ഓഫ് റോഡാണ്. അപ്പൊ ശരിക്കും പിടിച്ചിരുന്നില്ലെങ്കിൽ ജീപ്പിന്റെ കമ്പിയിലൊക്കെ തലപോയി ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് നെല്ലിയാമ്പതിയിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് ഇങ്ങനെയുള്ള വ്യൂ പോയിന്റുകളാണെന്നാണ്. പിന്നെ ഈ ഓഫ് റോഡ് യാത്രയും. പിന്നെ ഈ ചൂട് ക്ലൈമറ്റിൽ ഓഫ് റോഡ് യാത്രക്കൊക്കെ പോകുന്നവർ കയ്യിൽ ഒരു മാസ്ക് കരുതുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെ ജീപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല പൊടി അടിക്കുന്നുണ്ട്. കാടിനുള്ളിലൂടെയുള്ള ഈ ഒരു യാത്രയിൽ ഇടയ്ക്ക് ചെറിയ വീടുകളും ഇടയ്ക്ക് ചെറിയ തോട്ടങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ 3 മണിക്കൂർ കാടിനുള്ളിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഹോം സ്റ്റേയിലെത്തി. സാധാരണ ഒരു വീടാണ്. ഏതാണ്ട് 20 പേർക്കൊക്കെ ഒരുമിച്ച് താമസിക്കാൻ പറ്റും. ഇതിനു ചുറ്റും കാപ്പിയുടെയും കുരുമുളകിന്റെയും ഒക്കെ തോട്ടമാണ്. ഇവിടുന്ന് പൊള്ളാച്ചിക്ക് ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചെല്ലുമ്പോൾ അന്നത്തെ രാത്രിയിലെ ഫുഡും പിറ്റേ ദിവസത്തെ രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡുമാണ് ഞങ്ങളെടുത്ത പാക്കേജിലുള്ളത്. പിന്നെ രാത്രിയിൽ പ്ലാന്റേഷനിലൂടെയുള്ള ജീപ്പ് സഫാരിയും ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയോടുകൂടി ഞങ്ങൾ തിരികെ നെല്ലിയാമ്പതിയിലേക്ക് യാത്ര തിരിച്ചു. ഈ ഒരു വനത്തിലൂടെയുള്ള യാത്രയിൽ നമ്മൾ പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ ധാരാളം കാട്ടുമൃഗങ്ങളെ കാണാനുള്ള സാധ്യത ഏറെയാണ്. ഓഫ് റോഡ് യാത്ര ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് നെല്ലിയാമ്പതി ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇങ്ങോട്ട് വരണ്ട കേട്ടോ.